ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ജോലിയില്ലാതെ വിഷമിച്ച് നടക്കുന്ന സുധി പിച്ചക്കാരനായി മാറുന്ന ഒരു അവസ്ഥ, ആ എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സുധി എത്രയൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടും ഒരു ജോലിയും ശരിയാവുന്നില്ലല്ലോ. കാനഡയിൽ ജോലി ശരിയായതാണെങ്കിൽ 14 ലക്ഷം രൂപയും വേണം. അപ്പോൾ സുധി ഇങ്ങനെ ഭയങ്കര ആൾക്കാരൊക്കെ കളിയാക്കുവാണ് സുധീനെ. പൈസയൊന്നും നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോടാ, എല്ലാവരും കളിയാക്കുന്നുണ്ട്. സുധി ഭയങ്കര മനോവിഷമത്തിലാണ്. അപ്പോൾ മറ്റേ പാർക്കിൽ എപ്പോഴും കാണുന്ന ആ ബ്രോ ഇല്ലേ, ആ ബ്രോയോട് സുധി തൻ്റെ വിഷമങ്ങളൊക്കെ പറയും. അപ്പോൾ ബ്രോ പറയും, നിനക്ക് ഇത്രയും പഠിപ്പുണ്ടായിട്ട് നിനക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ, അതിനൊരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞ് സുധിയെയും കൂട്ടി ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്. ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ജോത്സ്യൻ നല്ല ധ്യാനത്തിലായിരിക്കും. അപ്പോൾ എന്നിട്ട് കണ്ണ് തുറക്കുന്ന ടൈമിൽ ബ്രോ പറയും, സ്വാമി ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഒരുപാട് പഠിപ്പുണ്ട്, പക്ഷെ ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. ജോലി ശരിയായതിനാണെങ്കിലോ കൊടുക്കാൻ പൈസയും ഇല്ല എന്ന് പറയും. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, പഠിപ്പുണ്ടായിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടി വേണം എന്ന് പറയുവാണ്. അപ്പോൾ സുധി പറയും, എനിക്ക് 2-3 ക്വസ്റ്റ്യൻസ് സ്വാമിയോട് ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ബ്രോ പറയും, സുധി നീ ഒന്നും ചോദിക്കല്ലേ, മിണ്ടാണ്ടിരി, സ്വാമി പറയും എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഇല്ല ഇല്ല എനിക്ക് അറിയണ്ടേ, പിന്നെ സ്വാമി എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്, സ്വാമി എല്ലാവർക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എത്ര പേര് ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ട്, അതിനുള്ള തെളിവ് എന്തൊക്കെയാണെന്നൊക്കെ സ്വാമിയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. സുധി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ് സ്വാമി. അപ്പോൾ സ്വാമി പറയും, ഇവൻ്റെ പ്രശ്നത്തിന് കാരണം വേറെ ആരുമല്ല, ഇവൻ്റെ വായ തന്നെയാണ്. പഠിച്ചവനാണെന്നുള്ള അഹങ്കാരം, ആ അഹങ്കാരം ആദ്യം താഴെ ഇറക്കി വെക്കണം, വിശ്വാസം വേണം, പഠിപ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ല എന്നൊക്കെ സ്വാമി സുധിയെ ചീത്ത പറയുവാണ്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, വായ അടച്ചു പിടിച്ചാൽ ഞാൻ പിന്നെ എങ്ങനെ എൻ്റെ പ്രശ്നം സ്വാമിയോട് പറയുമെന്ന് പറയുമ്പോഴേക്കും സ്വാമി പറയും, നീ പറയേണ്ട കാര്യമില്ല, അതെനിക്ക് ദയവായിട്ട് തന്നെ കാണിച്ചു തന്നോളും. ഒരുപാട് പഠിപ്പുണ്ട്, പക്ഷേ ജോലിയില്ല, വീട്ടിൽ വെറുതെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാനഡയിൽ പുറത്തൊരു ജോലി വന്നിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ കാശില്ല, ഇതല്ലേ നിൻ്റെ പ്രശ്നം. അപ്പോൾ സുധി പറയും, ആ ഇതൊക്കെ എങ്ങനെ, ഞാൻ നിന്നോട് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്, ഇതിനുള്ള പരിഹാരമുണ്ട്, ഞാൻ ഇപ്പം പറയാമെന്ന് സ്വാമി പറയുവാണ്. എന്നിട്ടിങ്ങനെ ഭസ്മൊക്കെ എടുത്ത് കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സുധിയെ നോക്കി പറയും, പോയി പിച്ചെടുക്കടാന്ന് പറയും. അപ്പോൾ സുധി പറയും, സുധി ഒന്ന് ഞെട്ടുവേ പിച്ചെടുക്കാൻ പറയുമ്പോഴേക്കും, ഈ സ്വാമി എന്തൊക്കെയാ പറയുന്നതെന്ന് സുധി ചോദിക്കുന്നുണ്ട്. ജീവിതത്തിൽ പിച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വാമിയെ കാണാൻ വന്നത്. അപ്പോൾ സ്വാമി തന്നെ പിച്ചെടുക്കാൻ പറയുന്നു. മിണ്ടാതെ ഞാൻ പറയുന്ന കാര്യം ചെയ്യുക, നിനക്ക് ജീവിതത്തിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ നിൻ്റെ അഹങ്കാരമൊക്കെ താഴെ വെച്ച് നീ പോയി ഞാൻ പറയുന്ന അമ്പലത്തിൽ പിച്ചെടുക്കണം. അതും രാവിലെ വെളുപ്പിനെ പോയി വൈകിട്ട് 6 മണി വരെ പിച്ചെടുക്കണം. അതിന് കിട്ടുന്ന കാശ് ആ അമ്പലത്തിൽ തന്നെ ഇട്ടിട്ടും വരണം എന്നാണ് സ്വാമി പറയുന്നത്. ഇത് കേട്ട് സുധി ഇങ്ങനെ നെട്ടിരിക്കുവാണേ. അപ്പോൾ സ്വാമി പറയും, വൈകിട്ട് 6 മണി വരെ പച്ചവെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് നീ പിച്ച എടുക്കണം. ഈ വേഷത്തിലൊന്നുമല്ല, ഒരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ തന്നെ ഇരിക്കണം. അത് മാത്രമല്ല, നീ ഇങ്ങനെ ചെയ്തു വന്നാൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുള്ളൂ. നിനക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ മാറി നീ നല്ലൊരു നിലയിലെത്തുകയും ചെയ്യും. ആളുകൾ നിന്നോട് വന്ന് പൈസ ചോദിക്കുന്ന സ്ഥിതിയിലോട്ട് നിൻ്റെ ഭാവി മാറുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം പോയി നീ പിച്ചയിട്, ഇതാണ് നിൻ്റെ പരിഹാരം എന്ന് സ്വാമി പറയുവാണ്. സുധിക്കാണെങ്കിൽ പറയാൻ ഒന്നുമില്ല. ഇത് കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് സുധി. ആശ്രമത്തിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് സുധി ബ്രോനോട് പറയും, എന്താ ബ്രോ ഇത്രയും പഠിപ്പും വിവരമുള്ള ഞാൻ പിച്ചെടുക്കാനോ, നിനക്ക് പൈസ വേണ്ടേ, ഇതേ ഉള്ളൂ പരിഹാരം, പിച്ചെടുത്ത് കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, വാ നമുക്ക് പോകാം, പോണ വഴിക്ക് പിച്ചെടുക്കുന്ന കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് സുധി അങ്ങോട്ട് ബ്രോ പോവാണ്. എന്നിട്ട് സ്വാമിയാർ പറഞ്ഞ ആ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുവേ. എന്നിട്ട് സുധീനോട് പറയും, നീ ചെല്ല് പോയി പിച്ചെടുക്ക്, അത് മാത്രമല്ല നീ ഇത് പിച്ചെടുക്കുന്നതായിട്ട് കാണണ്ട, ഇതൊരു പരിഹാരമായിട്ട് കണ്ടാൽ മതി, നീ വിഷമിക്കുകയൊന്നും വേണ്ട, നിനക്ക് നല്ല ഭാവി തന്നെ ഉണ്ടാവും, നീ വാടാന്ന് പറഞ്ഞ് ബ്രോ അയാളെയും സുധീനെയും കൂട്ടി അമ്പലത്തിലോട്ട് പോകുവാണ്. അപ്പോൾ സുധി പറയും, എനിക്ക് പിച്ചെടുക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, എനിക്കറിയില്ല എങ്ങനെയാണ് പിച്ചെടുക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ബ്രോ പറയുന്നുണ്ട്, ആ ഇനി അതിന് വേറെ കോഴ്സൊന്നുമില്ല, നീ അവിടെ ഇരിക്കുന്നവരെ കണ്ടില്ലേ, അവരെയൊക്കെ കണ്ട് പഠിച്ച് അതേപോലെ ചെയ്താൽ മതി, എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുമ്പോഴേക്കും ബ്രോ സുധിനോട് പറയും, ഈ വേഷത്തിലല്ല, ഇതിനുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇടണം, നീ വാന്ന് പറഞ്ഞിട്ട് സുധിയെ കൊണ്ടുപോയി ഒരു ഭിക്ഷക്കാരൻ്റെ ഒരു വേഷമൊക്കെ ഡ്രസ്സൊക്കെ വൈറ്റ് ബനിയനും ലുങ്കിയൊക്കെ കൊടുത്ത് മുഖത്തൊക്കെ കുറേ അഴുക്കൊക്കെ തേച്ച് മുടിയൊക്കെ ചീകിയ മുടിയൊക്കെ അലമ്പാക്കിയിട്ട് കണ്ണാടയൊക്കെ ഊരിക്കൊണ്ട് പോകുവാണ്. എന്നിട്ട് സുധിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ കാണാൻ നിനക്ക് ഒരു ലുക്കൊക്കെ ഉണ്ട്, നിന്റെ ഡ്രസ്സ് ഇങ്ങോട്ട് താ, അല്ലെങ്കിൽ നിന്റെ മനസ്സ് മാറി നീ ചിലപ്പോൾ പാതി വഴിക്ക് എഴുന്നേറ്റ് പോകും, മുഴുവൻ നേരവും ഇരിക്കണം, എന്നാലേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് സുധിയെ നേരെ അമ്പലത്തിലോട്ട് പറഞ്ഞു വിടും ബ്രോ.
എന്നിട്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് ബ്രോ പോകുന്നുണ്ട്. എന്നിട്ട് സുധിയാണെങ്കിൽ അവിടെ പോയി ഇരിക്കുവേ, അവിടെ ഭിക്ഷ എടുക്കുന്നവരുടെ കൂടെ പോയി ഇരിക്കും. അപ്പോൾ അവർ ചീത്ത പറയുന്നുണ്ട്, നീ ആരാ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ഇത് ഞങ്ങളുടെ സ്ഥലമാ, പൊയ്ക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ യൂണിയനിലൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ സുധി പറയും, ഓ നിങ്ങൾക്ക് യൂണിയനൊക്കെ ഉണ്ടോ, ഞാൻ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ആ പരിഹാരത്തിന് വേണ്ടി വന്നിരിക്കുവാന്ന് പറയുമ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലാവേ. ഓ നീ പരിഹാരത്തിന് വേണ്ടി വന്നിരിക്കുവാണോ, അപ്പം ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് മാത്രം സ്ഥിരമായിട്ട് ഇനി നാളെ വന്നൊന്നും ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഏയ് ഇല്ല ഇല്ല, എന്നാൽ ഭിക്ഷ എടുത്തോന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധി പയ്യെ സൗണ്ടൊന്നും ഇല്ലാതെ വിളിക്കുക, അമ്മേ തായേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭിക്ഷക്കാരൻ പറയും, ഇങ്ങനെയല്ല നല്ല ഒച്ചത്തിൽ വിളിക്കുക, കരഞ്ഞു വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് സുധിയെ പഠിപ്പിക്കുവാണ് പിച്ച എടുക്കുന്നതൊക്കെ. അപ്പോൾ സുധി കുറച്ച് നേരം കൊണ്ട് പിച്ച എടുക്കാനൊക്കെ നല്ലോണം പഠിക്കുന്നുമുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും സുധിക്ക് വിശക്കുന്നെന്ന് കൂടെ ഇരിക്കുന്ന ആളോട് പറയുമ്പോഴേക്കും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ബ്രോ വിളിച്ചിട്ട് പറയും, എടാ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, ഫുഡ് കഴിക്കരുതെന്നാണ് സ്വാമിയാർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഫുഡ് അയാൾക്ക് തന്നെ കൊടുത്തിട്ട് സുധി വീണ്ടും പോയി പിച്ചെടുക്കുവാണ്. നല്ലോണം ഒച്ചത്തിൽ തന്നെ വിളിച്ച് പിച്ചെടുക്കുന്നുണ്ട്, പിച്ച് കിട്ടുന്നുണ്ട് സുധിക്ക്. ആ ടൈമിലാണ് രേവതി ഈ അമ്പലത്തിലോട്ട് വരുന്നത്. രേവതിയെ കാണുന്നതും സുധി ഒന്ന് ഞെട്ടുവേ. ഓ ഇവൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും അറിയുമല്ലോ. എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന തോർത്തൊക്കെ എടുത്ത് തലയിലോട്ട് ഇട്ടിട്ട് ഒളിച്ചു നിൽക്കുവേ. രേവതി പെട്ടെന്ന് കാണത്തൊന്നുമില്ല, രേവതി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും അമ്പലത്തിലോട്ട്. പക്ഷെ പെട്ടെന്ന് ഒരു സംശയം തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ രേവതിക്ക് സങ്കടം വരും. രേവതി എന്നിട്ട് സുധിയുടെ അടുത്തോട്ടേക്ക് വരുവേ. നിങ്ങൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്താ ഈ കാണിക്കുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നതൊക്കെ ഭയങ്കര സങ്കടത്തിലോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സുധി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. സുധി ഇങ്ങനെ പിച്ചെടുത്തോണ്ടിരിക്കുവാണ്. രേവതിക്ക് അത് കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്. രേവതി വേഗം അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട് സച്ചിയെ വിളിക്കുവാണ്. സച്ചിയെ വിളിച്ചിട്ട് പറയും, സച്ചിയേട്ടാ എളുപ്പം ഈ അമ്പലത്തിലോട്ട് വരണം എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാൻ അമ്പലത്തിലൊന്നും പോകാറില്ലെന്ന് നിനക്കറിയില്ലേ, പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, ഒരു പ്രശ്നമുണ്ട്, എളുപ്പം വാ. അപ്പോൾ സച്ചി ചോദിക്കും, എന്ത് പ്രശ്നം, അത് പിന്നെ ഞാൻ എങ്ങനെ പറയാനാ, നമ്മുടെ സുധി ഇവിടെ ഉണ്ടെന്ന് പറയും. സുധിയോ, അവൻ അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇരുന്ന് പിച്ചെടുത്തോണ്ടിരിക്കുവാന്ന് പറയും. ഏയ് നീ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും കണ്ടതെന്ന് സച്ചി പറയുന്നുണ്ട്. അല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എളുപ്പം ഇവിടെ വരണം എന്ന് പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുവാണ്. സച്ചിക്കും കേട്ടപ്പോൾ സങ്കടമായി. സച്ചി എളുപ്പം കാറെടുത്ത് അമ്പലത്തിലോട്ട് പോകുവാണ്. സുധിക്കാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ അമ്മയെ തായെന്ന് വിളിച്ച് വരുമ്പോഴേക്കും സൗണ്ടൊക്കെ പോകുവേ. അപ്പോൾ സുധി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എങ്ങനെ ഡെയിലി ഇങ്ങനെ പിച്ചെടുക്കുന്നു, എൻ്റെ സൗണ്ടൊക്കെ പോയി എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പിച്ചെടുക്കുമ്പോൾ വെയിലത്തിരിക്കണം, സൗണ്ട് പോകും, ഒച്ചത്തിൽ വിളിക്കണം, പാവം പോലെ ഇരിക്കണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ നിനക്ക് ശീലമായിക്കൊള്ളുന്ന ആ കൂടെയുള്ളവർ പറയുവാണ്. അപ്പോഴേക്കും സച്ചി അവിടെ കാറിലെത്തുവേ. എന്നിട്ട് രേവതിനോട് ചോദിക്കും, രേവതി നീ വേറെ ആരെങ്കിലും കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും. ഇല്ല സച്ചിയേട്ടാ, ഞാൻ എപ്പോഴും കാണുന്ന ആളല്ലേ, എനിക്ക് ആ തെറ്റൊന്നും പറ്റത്തില്ല, സച്ചിയേട്ടൻ വേണമെങ്കിൽ വന്ന് നോക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി നോക്കുമ്പോഴേക്കും സുധി അവിടെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പിച്ചെടുത്തോണ്ടിരിക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമാവേ. സച്ചി ഓടിപ്പോകും. എന്നിട്ട് പറയും, എടാ സുധി നീ എന്താണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്, എഴുന്നേറ്റ് വന്നേന്ന് പറയുമ്പോൾ സുധി മൈൻഡ് ചെയ്യില്ലേ, പിന്നെയും പിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എത്ര പഠിപ്പ് പഠിച്ചവനാടാ നീ, നിൻ്റെ കയ്യിൽ എന്തോരം ബുക്കുണ്ട്, ആ ബുക്കൊക്കെ എടുത്ത് വിറ്റാൽ തന്നെ നിനക്ക് സുഖമായിട്ട് വീട്ടിലിരുന്ന് തിന്നാം, നീ ഇവിടെ വന്ന് എന്തിനാടെ പിച്ചെടുക്കുന്നത്, അമ്മ എങ്ങനെ വളർത്തിയതാ നിന്നെ, നീ ഇങ്ങോട്ട് വാ, നിന്നെ ഈ കോലത്തിൽ കണ്ട അമ്മക്കും അച്ഛനൊക്കെ എന്ത് വിഷമാവും, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് എത്ര നാളായി ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി വിഷമിക്കുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളവർ പറയും, അയ്യോ ഇത് കുറേ നാളൊന്നും ആയിട്ടില്ല, ഇന്ന് ആദ്യത്തെ ദിവസം പരിഹാരത്തിനായിട്ട് വന്നിരിക്കുവാന്ന് പറയുന്നുണ്ട്. പരിഹാരമോ, എന്ത് പരിഹാരം, പിന്നെ എനിക്ക് ജോലി വേണ്ട, എനിക്ക് ആരും ജോലി തരുന്നില്ല, പൈസ ഇല്ല, നിങ്ങളെല്ലാവരും എന്നെ ഡെയിലി കളിയാക്കുമല്ലേ, ഇങ്ങനെ ഇടുന്ന് പിച്ച എടുത്താൽ എനിക്ക് നല്ല ജോലിയും കാശൊക്കെ കിട്ടുമെന്നൊരു സാമിയാർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമാവും. എടാ എന്നാലും ആരാടാ പറഞ്ഞത് നിന്നോട് ഇതൊക്കെ പിച്ചെടുത്താൽ കാശൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് സച്ചി ഭയങ്കര വിഷമത്തിൽ ചോദിക്കുവാണ്. എന്തൊക്കെയായാലും നീ എൻ്റെ ചേട്ടനല്ലേടാ, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു, പിച്ചെടുത്താലൊന്നും ലക്ഷങ്ങൾ കിട്ടില്ലടാ, അതിനെ കഷ്ടപ്പെടണം, അത് നിനക്ക് എന്നാ മനസ്സിലാവുന്നു, ഇവിടെ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് സുധിയെ നിർബന്ധിച്ച് കൊണ്ടുപോകുവാണ്. രേവതിയും പറയുന്നുണ്ട്, പിച്ചെടുക്കാനൊന്നും ഒരു സാമിയാരും പറയില്ല, വാ എന്ന് പറഞ്ഞ് സുധിയെ കൊണ്ടുപോവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിൻ്റെ ഡ്രസ്സൊക്കെ എവിടെ, അപ്പോൾ പറയും, ആ ബ്രോ കൊണ്ടുപോയിരിക്കുവാണ്, വിളിച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവരാൻ പറയുമ്പോഴേക്കും അയാളെ വിളിച്ചിട്ട് ഫോണും കിട്ടത്തില്ലേ. സച്ചി അപ്പോൾ അങ്ങനെ തന്നെ സുധിയെ കയറ്റി വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ഭയങ്കര വിഷമത്തിലാണ്, സച്ചിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും സച്ചി കയറിപ്പോവേ. സച്ചിയുടെ കൂടെ ഇങ്ങനെ സുധിക്ക് പുറത്ത് അമ്മേനെയൊക്കെ ഫേസ് ചെയ്യാനൊരു മടി, തോർത്തൊക്കെ ചുറ്റിയിട്ടാണ് വീട്ടിൽ കയറുന്നത്. അപ്പോൾ ചന്ദ്ര പറയും, ചന്ദ്ര ആ ഒരു കോലത്തിലാണല്ലോ കാണുന്നത്, ചന്ദ്ര പറയുന്നുണ്ട്, ഈ സച്ചി എന്തിനാ ഈ പിച്ചക്കാരെയൊക്കെ വീട്ടിൽ വിളിച്ചുകൊണ്ടും വരുന്നത്, നിനക്ക് വേറെ പണിയില്ലേ. അപ്പോൾ പറയും, അമ്മ ഇത് പിച്ചക്കാരനൊന്നും അല്ല, പിച്ചക്കാരനല്ലേ പിന്നെ ഇത് ആരാ. അപ്പോൾ തന്നെ സുധി ഇങ്ങനെ നോക്കുവേ. സുധിനെ കാണുന്നതും ചന്ദ്രക്ക് ഭയങ്കര സങ്കടമാവും. കാരണം ചന്ദ്ര പൊന്നുപോലെ വളർത്തിയ
സുധിയാണല്ലോ. സുധീനെയാണ് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം. ആ സുധി ഇങ്ങനത്തെ വേഷത്തിൽ നിൽക്കണ കാണുമ്പോൾ ചന്ദ്ര പൊട്ടിക്കരയുവാണ്. രവീന്ദ്രനും ഭയങ്കര വിഷമാവുന്നുണ്ട്. ശ്രുതിയും ഇത് കണ്ട് കരച്ചിലാണ് സുധിയുടെ കോലം കണ്ട്. അപ്പോൾ എന്താടാ ഇത്? അപ്പോൾ സുധി പറയുന്നുണ്ട്, എനിക്കാരും കാശ് തരുന്നില്ലല്ലോ, അമ്മയും തരുന്നില്ല, ശ്രുതിയും തരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനൊരു സ്വാമിയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആ പിച്ച എടുത്താൽ എനിക്ക് കാശ് കിട്ടുമെന്ന്. ചന്ദ്ര ഇതൊക്കെ കേട്ട് പൊട്ടിക്കരയുവാണ്. എന്തൊക്കെയായാലും സുധീനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്ര. ഇതിനാണോ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്? പിച്ചെടുത്താലൊന്നും കാശ് കിട്ടില്ലടാ, നമുക്ക് ആകെയുള്ളത് വീടല്ലേ, അതും കൂടി ഇനി പണയത്തിന് വെച്ച് നമ്മൾ എങ്ങോട്ട് ഇറങ്ങിപ്പോകും? നീ കഷ്ടപ്പെടും, ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമെന്ന് പറഞ്ഞ് പിന്നെയും ഉപദേശിക്കുവാണ്. ഇനി മേലെ ഈ പണിക്ക് പോകരുതെന്ന് പറഞ്ഞ് ചന്ദ്ര ചീത്തയും പറയുന്നുണ്ട്. ശ്രുതിയും കുറേ ചീത്ത പറയുന്നുണ്ട്. എന്താ ശ്രുതി, പൈസ ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന്. പിച്ച എടുത്ത് പണക്കാരാവുന്നുണ്ടെങ്കിൽ അവിടെയുള്ളവരൊക്കെ പണക്കാരാവില്ലട, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ സുധിയുടെ തലയിൽ അതൊന്നും കയറുന്നില്ല. എങ്ങനെയെങ്കിലും കാനഡയിൽ പോകണമെന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സുധിയുടെ പിച്ചെടുക്കുന്ന വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. കണ്ട എല്ലാവർക്കും നന്ദി.